ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമ ഭർത്താവിനോട് പ്രേമയുടെ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുന്നു. എന്റെ അലമാരയിലിരുന്ന സ്വർണമൊക്കെ ആരാ എടുത്തത്? അറിയില്ല, നിന്നെ കാണാതായ അന്ന് തന്നെ സ്വർണവും കാണുന്നില്ല. അപ്പോൾ നിനക്ക് സ്വർണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലേ? നന്നായി, ഓർമ്മ പതുക്കെ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ? ചന്ദ്രയെയാണ് ഞങ്ങൾക്ക് സംശയം. പക്ഷെ തെളിവൊന്നുമില്ലല്ലോ. എനിക്കും അവളെ തന്നെയാണ് സംശയം. തെളിവൊക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പ്രേമ പറയുന്നു. ചന്ദ്രയോട് പ്രേമ ചോദിക്കുന്നു, നീയല്ലേടി എന്റെ സ്വർണം എടുത്തത്? ഞാനോ? എനിക്കൊന്നും അറിയില്ല. നിങ്ങളെ തലക്കടിച്ച് കൊണ്ടുപോയവർ തന്നെയാകും സ്വർണവും കൊണ്ടുപോയത്. അത് നീയല്ലേ? ഞാനാണോ നിങ്ങളെ തലക്കടിച്ച് കൊണ്ടുപോയത്? അതെ, നീ തന്നെയാണത് ചെയ്തത്. നീയേ അത് ചെയ്യൂ. നീ കരുതിയിരുന്നോ നിന്റെ കയ്യിൽ നിന്നും എന്റെ സ്വർണം ഞാൻ വാങ്ങിയിരിക്കും? പ്രേമയുടെ സംസാരത്തിൽ ചന്ദ്ര ഭയക്കുന്നു. പ്രേമയ്ക്ക് ഓർമ്മ വന്നു. ഉടനെ തന്നെ ചന്ദ്ര വിഷ്ണുവിനെ വിളിക്കുന്നു. പ്രേമയ്ക്ക് ഓർമ്മ കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. അവർ പറയുന്നു സ്വർണമെടുത്തത് ഞാനാണെന്ന്. കൊള്ളാം, അവർക്ക് ഓർമ്മ എങ്ങാനും കിട്ടിയിട്ടാണ് സ്വർണത്തെക്കുറിച്ച് നിന്നോട് ചോദിച്ചതെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ല ചോദിക്കുന്നത്. നീ പിന്നെ ആ വീട്ടിലുണ്ടാകില്ല. നിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ആരെങ്കിലും മുഴുവൻ സ്വർണവും എടുക്കുമോ? അത് കൊള്ളാം. എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുന്നോ? നിന്നേക്കാളും ഭേദം ആ ശരത്താണ്. എനിക്ക് എന്താപത്ത് വന്നാലും അവൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചന്ദ്ര പറയുന്നു. ആണോ? എന്നാ നീ അവൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ച് ജീവിക്കേ എന്ന് വിഷ്ണു പറയുന്നു. പ്രേമയുടെ ഓർമ്മ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? വരുന്നിടത്ത് വെച്ച് കാണും, അല്ലാതെ ഒന്നും ചെയ്യാനില്ല എന്ന് വിഷ്ണു പറയുന്നു. പ്രേമ എന്തോ ഒക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ചന്ദ്ര വന്ന് ചോദിക്കുന്നു, പ്രേമേച്ചി എന്താ ഉറങ്ങുന്നില്ലേ? ഉറങ്ങാൻ സമയമായില്ലല്ലോ. അത് പിന്നെ പ്രേമേച്ചിയുടെ സ്വർണം ഇവിടെ ഉള്ളവർക്കും ഇവിടെ വരുന്നവർക്കും മാത്രമല്ലേ അറിയൂ. നമ്മൾ 4 പേരുമല്ലാതെ ഇവിടെ വരുന്നത് ദേവികയാണ്. അപ്പോൾ ദേവികയാകും സ്വർണം എടുത്തത്. ദേവികയൊന്നുമല്ല, ആ സ്വർണമെടുത്തത് നീ തന്നെയാണ്. അതെനിക്കറിയാം. ഇവരുടെ സംസാരം കേട്ടുവരുന്ന സിദ്ധുവിനോട് പ്രേമ പറയുന്നു. ഇവൾ പറയുന്നു എന്റെ സ്വർണമെടുത്തത് ദേവികയാണെന്ന്. സ്വർണമെടുത്തത് ദേവികയൊന്നുമല്ല, നീ തന്നെയാണ്. പ്രേമേച്ചിയുടെ വള മോഷണം നടത്തിയത് നീയല്ലേ? അതുകൊണ്ട് ഇതും നീ തന്നെയാണ് എടുത്തത്. നീ പെരും കള്ളിയാണ്. അത് വഴിയെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് സിദ്ധു പറയുന്നു. ഡോക്ടർ നിരഞ്ജൻ ഡോക്ടർ മാലിനിയുടെ വീട്ടിലുള്ള സമയത്ത് തങ്കച്ചിയും സ്വാമിയും കൂടി പറഞ്ഞുവിടുന്ന സദാചാര ഗുണ്ടകൾ വരുന്നു. അവരെക്കുറിച്ച് വളരെ മോശമായി പറയുന്നു. ഡോക്ടർ നിരഞ്ജന്റെ കൈവിട്ട കളി ഒടുവിൽ അപകടത്തിലേക്ക് നീങ്ങുന്നു. അക്ഷരയെ വേദനിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്ന ഡോക്ടർ നിരഞ്ജന്റെ പ്രവൃത്തികൾ തങ്കച്ചി അയച്ചു കൊടുക്കുന്ന വീഡിയോ കണ്ട് അക്ഷരയും ഡോക്ടർ ജയശങ്കറുമെല്ലാം വിഷമിക്കുന്നു. സിദ്ധുവിനെ അതേ വീഡിയോ ചന്ദ്രയും കാണിക്കുന്നു. സിദ്ധു ഉടനെ തന്നെ ഡോക്ടർ നിരഞ്ജനെ വിളിച്ചു ചോദിക്കുന്നു. ഞങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ നിരഞ്ജൻ സിദ്ധുവിനോട് പറയുന്നു. സിദ്ധുവിനെ ചന്ദ്രയാണ് വീഡിയോ കാണിച്ചതെന്നറിഞ്ഞ ഡോക്ടർ നിരഞ്ജന് മനസ്സിലാകുന്നു അക്ഷരയും ഈ വീഡിയോ കണ്ടു കാണുമെന്ന്. ഉടനെ ഡോക്ടർ നിരഞ്ജൻ അക്ഷരയെ കാണാനായി പോകുന്നു. തെറ്റായി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അക്ഷരയോട് പറഞ്ഞെങ്കിലും അക്ഷര അതൊന്നും വിശ്വസിക്കുന്നില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.